ആരാ? ആരാണെന്നോ? നിങ്ങൾ പറഞ്ഞിട്ടേ കാർ ആക്സിഡന്റിൽ ചത്തുപോയ ഗിരിജയാ. അയ്യോ സോറി കേട്ടോ, എന്റെ ഫോണൊന്ന് മാറി. ഋതികേ, മോളിത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ? അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, എന്നിട്ട് മെഡിസിൻ കൊടുക്കണം. എന്നാ മോള് വേഗം ചെല്ല്. പിന്നെ ഒരച്ഛനും മോളും. ഈ ലോകത്ത് ആർക്കും അച്ഛന്മാരില്ലല്ലോ. ആശം പിടിച്ച രണ്ടെണ്ണം. എന്താ അച്ഛ ഇത്? ഞാൻ വന്നിട്ട് റൂമിൽ നിന്ന് വന്നാ പോരായിരുന്നോ? നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ, പോകാൻ റെഡിയാവണ്ടേ? അതുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അച്ഛന്റെ കാര്യം കഴിഞ്ഞുള്ള ക്ലാസ് ഒക്കെ മതി. ഇങ്ങോട്ടിരിക്കെ. എന്താ മോളെ? അച്ഛൻ സ്റ്റെപ്പിന്ന് തെന്നി വീഴാൻ പോയി. ഞാൻ ആ സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ താഴെ വീഴുന്നേനെ. എന്താ പ്രതാപേട്ട ഇത്? മുറിയിൽ നിന്ന് ഇറങ്ങണം തോന്നുമ്പോ എന്നെ മോളെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ആ മോളിരിക്കെ. ശേഖരം മില്ലിലേക്ക് പോയോ യാമിനി? ഇല്ല ഏട്ടാ, ഉച്ച കഴിഞ്ഞാ പോവും. അല്ല പിന്നെന്താ ഫുഡ് കഴിക്കാൻ വരാത്ത? മുറിയിലിരുന്ന് എന്തോ അത്യാവശ്യത്തിന് ആരെയോ വിളിക്കുക. ചട്നി മാത്രമേ ഉള്ളൂ, സാമ്പാറില്ലേ യാമിനി? ആ ഇല്ല ചേച്ചി, ശേഖരേട്ടൻ ഇന്നലെ വന്നപ്പോ പച്ചക്കറികളൊന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ ആഹാര കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല ഏട്ടാ, ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ ശേഖരേട്ടൻ മറന്നുപോയതാ. ദീപു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ എന്റെ പുറകെ നടന്ന് കൊളാന്ന് ചിലക്കരുത്. എനിക്കിത് ഇഷ്ടമല്ല. ദീപു എന്നൊന്നും മിണ്ടാത്ത? ശരി നന്ദു, മേലിൽ ഞാനിത് ആവർത്തിക്കില്ല. ഈ സമ്മന്തി എന്താ കരമണിയാറ് പോലെ പോന്നേ? സമ്മന്തി സ്വയംവരം ഒന്നല്ല, ചമ്മന്തിയാ. എന്ത് മാങ്ങയെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ അരയ്ക്കാൻ തേങ്ങ ഇല്ലായിരിക്കും. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ദീപു, യെസ് നന്ദു. ഇന്നത്തെ എന്റെ പ്രോഗ്രാം എന്തൊക്കെയാ? കൃത്യം 10:00 മീറ്റിംഗ്, ഹോട്ടൽ ഇന്റർനാഷണൽ. നെക്സ്റ്റ് 12:30 ലഞ്ച്, ഹോട്ടൽ സൽക്കാറിൽ വെച്ച്. ഓക്കെ. ഈവനിംഗിൽ എന്താ പ്രോഗ്രാം? കോവളത്ത് മിസ്റ്റർ എഡ്വിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എന്റെ കാർ കഴിയോ ദീപു? ആ കഴുകി. കാറിന്റെ ടയറുകളിൽ എയർ ഉണ്ടോന്ന് ചെക്ക് ചെയ്തോ? അല്ല മോളെ,
ഇതൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. പൊളിച്ച ആഹാരം. എന്റെ മകളുടെ സ്വത്തുക്കൾ നന്ദന ചതിച്ച് എഴുതി വാങ്ങിയപ്പോ ഞാൻ പോട്ടെന്ന് വെച്ചത് അവൾ ചേച്ചിയുടെ മരുമകളായതുകൊണ്ടാ. പക്ഷെ അവൾ അനന്തമ്പിള്ളയുടെ ഗുണം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇപ്പോ ചേച്ചി അവളുടെ സർവന്റായി അല്ലേ? പറ്റിപ്പോയി പ്രതാപ, നീ എന്നോട് ക്ഷമിക്ക്. അച്ഛ ഫുഡ് കഴിക്ക്, ഞാൻ മെഡിസിൻ എടുത്തോണ്ട് വരാം. ഇത് മറ്റേ പാർട്ടികളാ, ദീപു കേക്കണ്ട. ദീപു, ഒന്ന് പുറത്തു പോവോ? എനിക്കൊരു പേഴ്സണൽ മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്റെ ഒരു ഗതികേടെ. എന്താ ഒരു എക്സ്പ്രഷൻ ചേഞ്ച്, ഒരു ദേഷ്യം പോലെ? ഒന്നുമില്ല, നന്ദുവിന് തോന്നിയതാവും. വേണ്ട കേട്ടോ, വേണ്ട. അതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ഗെറ്റ് ഔട്ട്. ഹലോ ഹലോ, ആരാ? ആരാണെന്നോ? നിങ്ങൾ പറഞ്ഞിട്ടേ കാർ ആക്സിഡന്റിൽ ചത്തുപോയ ഗിരിജയാ. അയ്യോ സോറി കേട്ടോ, എന്റെ ഫോണൊന്ന് മാറി. അപ്പൊ ഇതിന്ന് നമ്പർ ഡിലീറ്റ് ആയി പോയതാ. ഞാനും ID കാർഡിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും എന്തിന് റേഷൻ കാർഡിൽ നിന്ന് വരെ ഡിലീറ്റ് ആയി. ചത്തുപോയതുകൊണ്ട് പുറത്തിറങ്ങാനും വയ്യ. നിങ്ങൾ കാണിച്ചെന്ന ഹോട്ടലിലെ മുറിയിലെ രഹസ്യമായിട്ട് താമസിക്കുക. ഗിരിജെ, കുറച്ചു ദിവസം കൂടി അവിടെ വിളിച്ചിരിക്കേ. ഒരു വ്യാജ പാസ്പോർട്ട് റെഡിയാക്കി ഞാൻ നിങ്ങളെ ഗൾഫിലേക്ക് അയക്കാം. ആ കേസ് എന്തായി? അത് ഗവൺമെന്റ് ഏറ്റെടുത്ത കേസല്ലേ, ഉടനെ വിധി വരും. വിധി വന്ന ഋതിക അല്ലെങ്കിൽ വർമ്മ, ആരെങ്കിലും ഒരാള് ജയിലില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് വിദേശത്തേക്ക് വിടണേ. ഞങ്ങൾക്ക് ഈ ജീവിതം മടുത്തു. ഉടനെ വിടാം, ഷോർ. പിന്നെ പൈസ അയക്കാത്ത എന്താ? അയ്യോ, ഫണ്ട് വന്നില്ല അല്ലേ? സോറി, ഞാൻ ഉടനെ തന്നെ അയച്ചേക്കാം. ആ, ഇപ്പൊ തന്നെ അയക്കണം. അയക്കാം. നീ വിഷമിക്കാതെ നിൽക്കുക യമനി, എല്ലാം ശരിയാവുന്നേ. ഇനി എങ്ങനെ ശരിയാവും ശേഖരേട്ടാ? എല്ലാം തകർന്നില്ലേ? കടം വന്ന് മില്ല് വിറ്റുപോയ കാര്യം പ്രതാപേട്ടൻ എന്നായാലും അറിയില്ലേ? തൽക്കാലം ഏട്ടനൊന്നും അറിയാൻ പാടില്ല. എല്ലാം കൂടി ഏട്ടന് താങ്ങാനാവില്ല.